ഈ ശിവനും ശക്തിയും കൂടി ചേർന്നിട്ടാണ് ഇതുണ്ടാവണമെന്ന് മറ്റെന്താ എല്ലാം ഉണ്ടാവുമെന്നൊക്കെ പറയുമല്ലോ. ഇവിടെ രസമെന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനുമായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ ബ്രഹ്മം, ശിവൻ, വിഷ്ണു എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശിവൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണം എന്നാണ് അർത്ഥം. അടിസ്ഥാന ശിവം എന്ന് പറഞ്ഞാൽ ഗോൾഡ്, അല്ലെങ്കിൽ ഒരു വിത്ത്, എല്ലാ എലമെൻറ്റുകൾ, വാട്ടർ, കല്ല്, ഇതൊക്കെ ഒന്നും നമുക്ക്, അതായത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതും നമുക്കൊരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്തതും എന്നാൽ പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള അടിസ്ഥാന ഗുണങ്ങളെയാണ് ശിവം എന്ന് പറഞ്ഞത്. അത് ചേർത്ത് നമുക്ക് പല വസ്തുക്കൾ ഉണ്ടാക്കാം, പക്ഷെ അതിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പ്രിൻസിപ്പിളാണ് ശിവം എന്ന് പറയുന്നത്. അതിനെയാണ് ശിവങ്ങളെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമുക്കുള്ള വെള്ളത്തിനെ ശുദ്ധീകരിച്ചെടുക്കാം എന്നുള്ള, അല്ലെങ്കിൽ അടിസ്ഥാന എലമെൻറ്റുകൾ, ഒരു ഗോൾഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കോപ്പർ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുകയാണ് ചെയ്യുക, പ്രകൃതിയിൽ നിന്ന് എടുത്ത് അതിനെ ഖനനം ചെയ്തെടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വിത്തിനെ നമുക്ക് പല വിത്തിൻ്റെ ഇതുമായിട്ട് ഒരു സസ്യം ഉണ്ടായിക്കഴിയുമ്പോൾ അതിൻ്റെ പല അംശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കരയനത്തിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ആ വിത്തെന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അടിസ്ഥാന ഗുണങ്ങളെയാണ് ശിവം എന്ന് പറയുന്നത്. ഇപ്പോൾ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ശക്തി എന്ന് പറഞ്ഞാൽ ശിവുണ്ട്, ഉണ്ട്, കത്ത് എന്ന് പറയുന്നതുകൊണ്ട് ശിവുണ്ട്. ജിനെ കത്തിലോട്ട് വെക്കുക. കഥം എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രത്തിൽ ഇരിക്കുന്ന സ്ട്രക്ചറിനാണ് പറയുന്നത്. ക്രമീകരണമാണ്, അടിസ്ഥാന ഗുണങ്ങളുടെ ക്രമീകരണത്തെയാണ് ശക്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെന്താണ് നമ്മൾ ഒരു ഫോഴ്സ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്? അതിന് ഫോഴ്സ് ഒന്നുമില്ല. അത് ഫോഴ്സ് എന്ന് പറയാൻ കാര്യം, അടിസ്ഥാന ഗുണങ്ങളെ നമ്മൾ ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു എന്തുണ്ടാവും? പുതിയൊരു ജീവുണ്ടാവും. അതൊരു പ്രിൻസിപ്പിളാണ് ഈ നേച്ചറിൻ്റെ. അപ്പോൾ ആ പ്രിൻസിപ്പിള് ഇപ്പോൾ മാറ്റിയിട്ട് വേറൊരു തരത്തിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായി? നമ്മളിപ്പോൾ ഇന്ന് ശാസ്ത്രം പഠിക്കുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഒരു ഊർജ്ജം സൃഷ്ടിക്കണമെങ്കിൽ ഒരു നാച്ചുറൽ പ്രിൻസിപ്പിളൂടെ ഉണ്ട് എന്നുള്ളതാണ് ശിവശക്തിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശിവം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണങ്ങളാണ്. ശക്തി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണങ്ങളുടെ ക്രമീകരണത്തെയാണ് ശക്തി എന്ന് പറഞ്ഞത്. അല്ലാണ്ട് അതൊരു സ്ത്രീയല്ല, ശിവൻ എന്ന് പറഞ്ഞാൽ പുരുഷനുമല്ല. ഈ പ്രപഞ്ചത്തിൽ മെയിൽ ഫെമിനിൻ എന്നോ സ്ത്രീ പുരുഷനെന്നോ പറയുന്ന രണ്ട് ആസ്പെക്റ്റുകളില്ല. അത് നുണയാണ്. അങ്ങനൊരു സാധനമില്ല. സ്ത്രീ പുരുഷൻ, മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഫിസിക്കൽ കൺസെപ്റ്റിൽ നമ്മുടെ ഈ നേച്ചർ അങ്ങനെയല്ല. നേച്ചറിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിള് ക്രമീകരണമാണ്. ഈ അടിസ്ഥാന ഗുണങ്ങളെ കൃത്യമായിട്ട് ക്രമീകരിക്കുന്നതിനാണ് ശക്തി എന്ന് പറയുന്നത്. അത് ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്തു നിന്നൊരു ഫോഴ്സ് വരും, ഒരു ഊർജ്ജം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശക്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതായത് ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് അതിനെ വിളിക്കുന്നതാണ്. അതാണ് ഊർജ്ജമാണ് ശക്തി എന്ന് പറഞ്ഞിട്ടല്ല. ശക്തിയിലിരിക്കുന്നത് കൊണ്ടാണ് ഊർജ്ജം ഉണ്ടാകുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് നല്ല ശക്തി വേണോടാ എന്നൊക്കെ പറയും. മനസ്സിലായോ? ഊർജ്ജം വേണമെന്ന് പറഞ്ഞാൽ, പക്ഷെ ഊർജ്ജമല്ല. ശക്തി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണങ്ങളുടെ ക്രമീകരണമാണ്. അപ്പോൾ ശിവം അടിസ്ഥാന ഗുണങ്ങൾ, അതിനെ ക്രമീകരിക്കുക. ഈ ക്രമീകരണത്തെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ വേറൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇതിനെ കൃത്യമായിട്ട് ക്രമീകരിക്കുന്നതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളത് ക്രമീകരിച്ച് അതിനെ വെക്കുമ്പോൾ അതെന്തായി മാറും? അതിനെയാണ് ശക്തി എന്ന് പറയുന്നത്. അതിൻ്റെ നിന്ന് ഊർജ്ജം ഉണ്ടാവും. അല്ലാതെ ശിവനും ശക്തിയും സ്ത്രീയും പുരുഷനുമല്ല. ഈ പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷനെന്ന് പറയുന്ന കൺസെപ്റ്റില്ല. ഇനി എന്താ സംഭവിക്കുന്നത്? നമ്മൾ ശക്തി ചെയ്ത് കഴിയുമ്പോൾ, ക്രമീകരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു ഊർജ്ജം ഉണ്ടാകും. ഈ ഉണ്ടായ ഊർജ്ജം നമുക്കിനി ഒരു സ്ഥലത്തോട്ട് അയക്കണം. അപ്പോൾ അവിടെ എന്തായി? അവിടെ ഒരു സെൻറ്ററായി. സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കിലെ അയക്കുക എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വരും. ഗീവർ, നൽകുക എന്ന് പറയുന്നത്. മനസ്സിലായി? ആ നൽകുക എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ അപ്പുറത്ത് മേടിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റും വരും. റിസീവ് ചെയ്യുക, നൽകുക, സ്വീകരിക്കുക. ഈ നൽകുക, സ്വീകരിക്കുക എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ബേസിക്കലി നമ്മൾ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത്.
നൽകുന്നത് ഒരു പുരുഷൻ, സ്വീകരിക്കുന്നത് ഒരു സ്ത്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ്. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്താണ്? അത് ഉണ്ടായ ചലനത്തെ കൊടുക്കുന്നത്, പിന്നെ അതിനെ റിസീവ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ അടിസ്ഥാന ഗുണങ്ങളെ ക്രമീകരിച്ച് ഒരു സാധനം ഉണ്ടാക്കി, അതിൻ്റെ അകത്തുനിന്നൊരു ഊർജ്ജം വരുന്നു. ആ ഊർജ്ജം അവിടെ തന്നെ ഇരിക്കും. പക്ഷെ അതിനെ നമ്മൾ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, മറ്റൊന്നിലോട്ട് കൊടുക്കാൻ ശ്രമിക്കുന്ന സ്ഥലത്താണ് അവിടെ കൊടുക്കുന്നവനും സ്വീകരിക്കുന്നവനും വരുന്നത്. ഈ കൊടുക്കുന്നവനും സ്വീകരിക്കണമെന്ന് പറയുന്ന തലം വരുന്നിടത്താണ് ജനിതകത്തിൻ്റെ അടിസ്ഥാനം. ജനിതകം എന്ന് പറഞ്ഞാൽ ഫിസിക്കാലിറ്റിയുടെ അടിസ്ഥാനം, മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം വരുന്നത്. അല്ലാതെ പ്രപഞ്ചത്തിൽ മെയിൽ ഫീമെയിൽ ഇല്ല. ഓക്കെ, അടിസ്ഥാന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്നതല്ല ഞാൻ എന്ന് പറയുന്നത് ആരാണോ അനുഭവിക്കുന്നത്, ഒരു സ്ത്രീയിൽ ആരാണോ അനുഭവിക്കുന്നത്, ഇത് രണ്ടുപേരും ഒറ്റ ഇതാണ്. അതിന് ലിംഗമില്ല, അതിന് ഒന്നുമില്ല. മനസ്സിലായി? അത് അടിസ്ഥാന ഗുണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ അടിസ്ഥാന ഗുണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ പുതിയ പുതിയ ഗുണങ്ങളുണ്ടാവും. അല്ലാണ്ട് ശിവനും ശക്തി എന്ന് പറഞ്ഞാൽ പെണ്ണും ആണും ഒന്നുമല്ല. അത് പ്രപഞ്ചത്തിലില്ല. അതെന്താന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഈ ജനിതകം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെക്സ്റ്റ് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ഈ പറയുവാണ് പ്രപഞ്ചം മുഴുവനും സ്ത്രീയും പുരുഷനുണ്ട്. എന്ത് കുന്തളിപ്പാണെന്നറിയോ ഇതൊക്കെ? ബോധമില്ലാത്തവന്മാർ. മനസ്സിലായോ? ബോധമില്ലാത്തവന്മാർ. എന്നാൽ ഒരു നിമിഷം ആലോചിക്കണ്ടേ, നമ്മൾ ഇപ്പോൾ ശിവനുണ്ടെന്ന് പറഞ്ഞു. ഈ ശിവ എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണല്ലോ ശക്തിയിലുള്ളത്. അതിൻ്റെ കൂടെ ഒരു കീഴും തീവും കൂടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശക്തി അത് തന്നെ ആയിരിക്കണമല്ലോ. ഇയാൾ തന്നെയല്ലേ അതും? അങ്ങനെയല്ല. ഇയാളും ഇല്ല, അയാളും ഇല്ല, അവളും ഇല്ല, ഇവളും ഇല്ല. മനസ്സിലായോ? അടിസ്ഥാന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എനർജിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കുറേ തെറ്റായിട്ട് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഊർജ്ജം ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അത് കള്ളത്തരമാണ്. ഊർജം നമുക്ക് ഉണ്ടാക്കാനും പറ്റും, നശിപ്പിക്കാനും പറ്റും. പക്ഷേ ജീവനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അടിസ്ഥാനമാണ്. അതായത് എനർജിയെ ഉണ്ടാക്കാനും പറ്റും, നശിപ്പിക്കാനും പറ്റും. പക്ഷേ എനർജി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ശിവ എനർജി, അതിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. എനർജി എന്ന് പറഞ്ഞാൽ പല അടിസ്ഥാന ഗുണങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടാകുന്നതിനെയാണ് ജ് എന്ന് പറയുന്നത്. ആ ജിനെ നമുക്ക് വേണ്ടാന്ന് നോക്കാം, ആ കൺസ്ട്രക്റ്റ് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നത് നമുക്ക് അടിസ്ഥാന ഗുണങ്ങളെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ പ്രിൻസിപ്പിൾ ഇന്ന് ശാസ്ത്രലോകം താല്പര്യപ്പെടുന്നില്ല. അത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. എന്തുകൊണ്ടാണ് താല്പര്യപ്പെടാത്തത്? അതിൻ്റെ കാരണം, ഇന്ന് ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് പെട്രോളിയം കമ്പനികളാണ്. ഈ പെട്രോളിയം കമ്പനികൾ പെട്രോൾ വിറ്റാലേ അവർക്ക് ബില്യണേഴ്സായിട്ട് ജീവിക്കാൻ പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ബിസിനസ്, മെഡിക്കൽ ഇൻഡസ്ട്രി അതിൻ്റെ പാർട്ടാണ്. മദ്യത്തിൻ്റെ ഇൻഡസ്ട്രി ഇന്ന് അതൊരു പാർട്ടാണ്. പ്രത്യേകിച്ച് തേർഡ് വേൾഡ് കൺട്രീസിൽ കൊടുക്കുന്ന മദ്യം പെട്രോളിയം ബൈ പ്രൊഡക്റ്റാണ്, അല്ലാണ്ട് ഒറിജിനൽ സാധനമല്ല. പിന്നെ ഫുഡ് ഇൻഡസ്ട്രി, അതുപോലെ പെസ്റ്റിസൈഡ് ഇൻഡസ്ട്രി, ഇതെല്ലാം പെട്രോളിയം കമ്പനികളുടെ. പുതിയൊരു എനർജി സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. ആ എനർജി സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണങ്ങളെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത് ചലിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് വസ്തുത. അതിന് വേറെ ഒരു ചലനത്തിൻ്റെ പകർന്നു വരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ചലനം വേറൊരു സ്ഥലത്തു നിന്നുണ്ടാകുന്ന ചലനത്തെ കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നുണയാണ്. അതൊരു നുണയാണ്. അത് നുണയാണെന്ന് വെച്ചാൽ അങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം, പക്ഷെ അങ്ങനെ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നത് നുണയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഈ ശിവശക്തി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പോവില്ല. ഇതൊക്കെ അറിയാമായിരുന്ന ആൾക്കാർ പണ്ട് എഴുതി വെച്ചതാണത്. ഉടനെ അത് കൊണ്ടുവന്നിട്ട് ശിവനെ ഒരു ആണുമാക്കി, ശക്തിനെ പെണ്ണുമാക്കി, എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് മറ്റേതുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നമായതാണ്. ഇതൊക്കെ ബേസിക് പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ പോലും ഗവൺമെൻറ് എല്ലാം ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അങ്ങനെ ഒരു എനർജി സിസ്റ്റം കൊണ്ടുവന്നാൽ പോലും അതിനെ കൊണ്ടുവന്നവനും ചിലപ്പോൾ ഇല്ലാണ്ടാക്കും. അതുപോലെ തന്നെ അതിന് പേറ്റൻറ്റ് കൊടുക്കില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കൊണ്ടുവന്നവന് ചിലപ്പോൾ പിന്നീട് ജീവിച്ചിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും. കാരണം ആ എനർജിയുടെ പ്രത്യേകത ഏതൊരു വീട്ടിലും ഒരാൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ അതിലോട്ടാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്, ശിവശക്തി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലോട്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. അടിസ്ഥാന ഗുണം ശിവം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണമാണ്. ഗോൾഡ്, കോപ്പർ, റബ്ബർ, മറ്റേ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയില്ലേ അടിസ്ഥാന ഗുണങ്ങളായിട്ട് കാണുന്ന എലമെൻറ്റുകൾ, വാട്ടർ, ഇതൊക്കെ എല്ലാം അടിസ്ഥാന ഗുണങ്ങളാണ്. ഒരു വിത്ത് അടിസ്ഥാന ഗുണമാണ്. അതായത് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ അതിവിടെ ഉണ്ട്. അതാണ് അടിസ്ഥാന ഗുണം. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് കഴിഞ്ഞാൽ അവിടെ ചലനം സംഭവിക്കും. അത് ആ ക്രമീകരണത്തിലാണ് അതിൻ്റെ സീക്രട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ശിവശക്തി എന്ന് പറയുന്നത്. അതിനെ ശക്തി എന്ന് പറഞ്ഞാലും മതി. അത് ശിവം എന്ന് പറഞ്ഞ് എടുത്തു പറയുന്നത് അടിസ്ഥാന ഗുണങ്ങളെ അതിനെ കൊണ്ടുവന്ന് ക്രമീകരിക്കുമ്പോഴാണ് ശക്തിയായി മാറുന്നത്. ശക്തി എന്നുള്ള പേര് കൊടുക്കുന്നത്. ശിവനെ കൃത് ചെയ്യുക, ഒരു കേന്ദ്രവും സ്ട്രക്ചറും ആക്കി മാറ്റുക, ഒരു കേന്ദ്രവും സ്ട്രക്ചർ രൂപത്തിലാക്കി മാറ്റുക. അതാണ് കൃത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ സ്ത്രീയും പുരുഷനും ഒന്നല്ല, അല്ല ശിവനും പാർവതിയും ഒന്നല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട തത്വം ഇതാണ്. ഇതൊക്കെ എല്ലാം കള്ളത്തരമായിട്ട് പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മുടെ പണ്ട് ഇവിടെ നമ്മളെല്ലാവരും പൂർവികർ അവർ ഊർജ്ജം ഉണ്ടാക്കാനും പ്രകാശം ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രിൻസിപ്പിളുകളാണിതെല്ലാം. മനസ്സിലായി? നമ്മൾ ഇപ്പോൾ ആയുർവേദം എന്താണ്? ശിവശക്തിയാണ്. അടിസ്ഥാന ഗുണങ്ങളെ എടുത്ത് വേവിച്ച് തിളപ്പിച്ച് അവസാനം അതിൻ്റെ ആ ക്രമീകരണത്തിലോട്ട് എത്തുമ്പോഴാണ് അതൊരു ഔഷധമായി മാറുന്നത്. ശരീരത്തിന് പുതിയൊരു ഊർജ്ജരൂപമായി മാറും. അതേപോലെ നമുക്ക് മെറ്റീരിയലായിട്ട് എന്ത് ചെയ്യാം? ശക്തി ഉണ്ടാക്കാം. ശക്തിയല്ല, ഊർജ്ജം ഉണ്ടാക്കാം. അത് ജീവനെ ഉണ്ടാക്കാം. പക്ഷേ എന്ത് വേണം? ഊർജം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് ശക്തി കണ്ടുപിടിക്കണം. ശക്തി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അതിലോട്ടാണ് നമ്മൾ നയിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നടക്കില്ല. ഇലക്ട്രോണും പ്രോട്ടോണും എന്നൊക്കെ പറയുന്നത് അവസ്ഥകളാണ്, അല്ലാണ്ട് അത് വസ്തുക്കളല്ല, മാറ്ററുമല്ല, മണ്ണാങ്കട്ടയല്ല. അത് അവസ്ഥകളെ വിളിക്കുന്ന പേരാണ്. ഓരോ വസ്തുവിനും ഓരോ അവസ്ഥകളിലിരിക്കാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട്. കേട്ടു നോക്കുക. മനസ്സിലായി? അല്ലാണ്ട് പ്രപഞ്ചത്തിൽ ഈ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. ഗിവറും റിസീവറും അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്താണ്? റിസീവറാണ്. ഞാൻ ഗീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു ആൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ റിസീവറാണ്, അയാൾ ഗീവറാണ്. അത് സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല. ആ പ്രിൻസിപ്പിൾ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ മാത്രമാണ് സ്ത്രീയും പുരുഷനും ഉള്ളത്. യൂണിവേഴ്സൽ കൺസെപ്റ്റിൽ ഗിവറും റിസീവറും എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ, അതിനെയാണ് നമ്മൾ ലവ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ. ഗിവറും റിസീവറും, അതാണ് ലവ്. അല്ലെങ്കിൽ വേൽ എന്നും പറയും. തിരിച്ചിട്ട് കഴിഞ്ഞാൽ വേൽ, അല്ലെങ്കിൽ ലവ്. ഇതാണ്. അല്ലാണ്ട് ലവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ലതെന്നല്ല. ഗിവറും റിസീവറും, അതാണ് ലവ് അല്ലെങ്കിൽ വേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം.